തഴവ ഉസ്താദ് അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇരു കണ്ണുകളുടെ കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം രോഗശമനത്തിന് പ്രാർത്ഥിക്കണമെന്നും അതിന്റെ വിവരമൊക്കെ ഒന്ന് പറയണം വേണ്ടിയിട്ടാണ് സദർ ഉസ്താദിനെയും എന്റെ പ്രിയപ്പെട്ട ഉപ്പയും കൂടി മടവൂരിലേക്ക് അയക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നു. ആളുകൾ കൂടി നിൽക്കുന്നു, ക്യൂവിൽ നിൽക്കുന്നു. ഏകദേശം ളുഹയുടെ സമയമായി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ റൂമിലുള്ള ഹാദിമീങ്ങളോട് പറഞ്ഞു, പുറത്ത് കൊല്ലത്ത് നിന്ന് തഴവയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്, അവരെ മാത്രം ഇന്നകത്തേക്ക് കടത്തിവിടുക. എന്റെ ഉപ്പ പറയുന്നു, ഞങ്ങൾ വന്നത് ഒരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വിളിച്ചു. ആ വിളിച്ചതിനനുസരിതണം ബഹുമാനപ്പെട്ട സീം വലിയുള്ളാഹിയുടെ അടുത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആദ്യം കയറി ചെന്നു. സദറുസ്താദ് അല്പം ഭയഭക്തിയോടുകൂടി ബഹുമാനപ്പെട്ടവർ വാതിൽക്കൽ നിൽക്കുകയാണ്. ഉപ്പ നേരെ ചെന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. വഅലൈക്കും സലാം. സലാം അടക്കി ചെന്ന് കയറിയ പാടെ ഉപ്പയോട് പറഞ്ഞു, തഴവാക്ക് ഓർക്കെന്റെ അസ്സലാമു അലൈക്കും പറയണം, ഇനി കാഴ്ച തിരിച്ചു കിട്ടൂല എന്നും കൂടി പറയണം എന്ന് ബഹുമാനപ്പെട്ടവർ ചേർത്ത് പറയുകയാണ്. എന്തിനാണ് വന്നത് എന്നുള്ള ലക്ഷ്യം പറഞ്ഞിട്ടില്ല, ഒരാളോടും സംസാരിച്ചിട്ടില്ല. ഇന്നുള്ള സൗകര്യങ്ങൾ പോലെ ഫോണിന്റെ സൗകര്യങ്ങളൊന്നും വിശാലമാകാത്ത സമയവും സന്ദർഭവും. ഒരാളോടും സംസാരിക്കാതെ ഹൽവത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്നതാകുന്ന മഹാനുഭാവന്റെ ചാരത്തേക്ക് കയറി ചൊല്ലുമ്പോൾ ആദ്യം തന്നെ എന്തിനാണ് വന്നത് എന്നുള്ളത് മനമറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് പറയുകയാണ്. അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നേരിട്ട് കറാമത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്റെ കുടുംബത്തിന്, എന്റെ ഉപ്പാക്ക്. ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തവും മദതും അന്ന് മുതൽക്കേ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കറാമത്ത് ജീവിത കാലഘട്ടത്തിൽ തന്നെ കാണിക്കുകയാണ്.